അതുകൊണ്ടാണ് പറഞ്ഞത് തർക്കുദ് ദുനിയ തമനുൽ ജന്നത്തി തർക്കുദ് ദുനിയ. സ്വർഗത്തിന്റെ വില എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? സ്വർഗത്തിന്റെ വില എന്തെന്നറിയാം? ഓരോ സാധനത്തിനും ഒരു വിലയുണ്ട്. ഈ മൊബൈലിന് അതിന് വിലയുണ്ട്, ഈ മൈക്കിന് ഒരു വിലയുണ്ട്, ഈ ഷോളിന് ഒരു വിലയുണ്ട്, തൊപ്പിക്കൊരു വിലയുണ്ട്. ഓരോ സാധനത്തിനും ഓരോ വിലയുണ്ട്. സ്വർഗത്തിനൊരു വിലയുണ്ട്. സ്വർഗത്തിന്റെ വില എന്താണെന്നറിയോ? അറിയോ? തമനുൽ ജന്നത്തി തർക്കുദ് ദുനിയ. സ്വർഗത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ ഉപേക്ഷിക്കലാണ്. ദുനിയാവിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ദുനിയാവില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. ദുനിയാവിനെ സ്വർഗമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം നമ്മള്. പിന്നെയാണ് നമ്മൾ ദുനിയാവ് ഉപേക്ഷിക്കാൻ പോണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവിനെ ഉപേക്ഷിച്ച എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ പിറകെ നിനക്ക് കൂടുതൽ സമ്പാദിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നീ നടന്നാൽ നിനക്ക് ഒരിക്കലും സ്വർഗത്തിന്റെ വില നിനക്ക് നിശ്ചയിക്കാൻ കഴിയൂല. ആ സ്വർഗത്തിനെ നിനക്ക് വാങ്ങിക്കാൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ സഹോദരങ്ങളെ, ദുനിയാവിന്റെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും സൗന്ദര്യങ്ങളിലും മതിമറന്നിട്ട് ജീവിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് സ്വർഗം കിട്ടുക? അല്ലാഹു സ്വർഗവാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.